ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ചെറുപയർ പരിപ്പ് പായസം. ഇതാണ് സാധനം, ചെറുപയർ പരിപ്പ്. ഇവരെ നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പോവാം. നമുക്ക് പായസത്തിന് വേണ്ടി സാധനങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടി ഐറ്റങ്ങളൊന്ന് പറയാം. 800 ഗ്രാം ശർക്കര, 1/2 കിലോ പരിപ്പ്, ജീരകപ്പൊടി 1 ടീസ്പൂണ്, ചുക്കുപൊടി 1 ടീസ്പൂണ്, ആവശ്യത്തിനുള്ള തേങ്ങ കുത്തിയത്, ഏലക്ക ഒരു 10 എണ്ണം പൊടിച്ചത്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 50 ഗ്രാം കിസ്മസ്, ഒരു 50 ഗ്രാം നെയ്യ്, തേങ്ങ അരച്ചത്, ഒന്നാം പാല്, രണ്ടാം പാല്. നമുക്ക് ഇനി അടുത്തത് ഇതിനെ അങ്ങോട്ട് വറക്കാൻ പോവാം. ചെറുപയർ വറക്കാൻ പോവാം. ചെറുപയർ പരിപ്പ് വറക്കാനായിട്ടുള്ള അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. ഇവനെ അങ്ങോട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം വറക്കാനായിട്ട്. ആദ്യം തീ കൂട്ടി വെക്കാൻ പാടില്ല, ഒരു മിനിമത്തിൽ വെക്കണം. ഒരു ചുവപ്പ് നിറമായിട്ടുണ്ട്. വലുതായിട്ട് മൂത്തിട്ടുമില്ല, അതിൽ മൂപ്പ് കുറഞ്ഞിട്ടുമില്ല. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ പച്ചിപ്പൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. ഇവനെ നമുക്ക് അടുത്ത് കഴുകാനായിട്ട് പോകും, കഴുകി അടുപ്പിലോട്ട് വെക്കാനായിട്ട് പോകും. നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് ഒരു സാധനം കിട്ടി. ഇതാണ് സാധനം. എനിക്ക് 27 വർഷത്തിന് മുമ്പേ എനിക്ക് കിട്ടിയ സാധനമാണ്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഭാര്യ കൊണ്ടുവന്ന സാധനമാണ്. അതിൻ്റെ അകത്തോട്ട് ഇന്ന് പായസം വെക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അതിന് നമുക്ക് പായസം വെക്കാനായിട്ട് ആദ്യം അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആ ചെറുപയർ പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം വേകാനായിട്ട്. ഇവനൊന്ന് ഒന്ന് വേകട്ടെ. ഇവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചുരുളി ആയതുകൊണ്ട് പെട്ടെന്ന് വേകും പരിപ്പ്. സൂപ്പറായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്ക് അടുത്തത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും തേങ്ങായും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാം. അതിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആദ്യം തേങ്ങ അങ്ങോട്ട് വറക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു അര ചുമപ്പായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് വറക്കാം. നമുക്ക് അടുത്ത മുന്തിരിക്കായും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം കറക്റ്റായി. തേങ്ങയുടെ ഒരു ടൈമുണ്ട്, അണ്ടിപ്പരിപ്പിൻ്റെ ഒരു ടൈമുണ്ട്, മുന്തിരിങ്ങയുടെ ഒരു ടൈമുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോൾ തന്നെ കറക്റ്റ് പരുവായി. കണ്ടോ? അടുത്ത നമുക്ക് ശർക്കര പാനിയാക്കാനായിട്ട് പോകാം. അതിനെ അടുപ്പിലോട്ട് വെക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്ത് നല്ലപോലെ തിളയ്ക്കട്ടെ. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. ശർക്കര പാനിയായിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് പൊങ്ങി ഇതിനെ നമുക്ക് താത്ത് വെച്ചേക്കാം. അടിപൊളിയായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് നമുക്കൊന്നുകൂടെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇവനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും മണ്ണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അരിച്ചൊഴിക്കുന്നത്. ആയിട്ട് ശർക്കരയുമായിട്ട് മിക്സാകണം. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ആവശ്യത്തിനുള്ള ഇച്ചിരി നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണമടിക്കാൻ തുടങ്ങി. കൊതി വരുന്നു. സൂപ്പർ മണമടിക്കാൻ തുടങ്ങി. ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ ശർക്കരയുടെയൊക്കെ മണമേ, പയറിൻ്റെ കൂടെ മണമായപ്പോഴത്തേനെ സൂപ്പർ.
ശർക്കരയും ചെറുപയർ പരിപ്പും കൂടെ നല്ലപോലെ വെന്ത് മിക്സായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള രണ്ടാം പാൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം വലുതായിട്ട് നമുക്ക് തീ കൊടുക്കാൻ പാടില്ല, തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് മിനിമം തീയിലാണ് വെച്ചിരിക്കുന്നത്. തീ കുറച്ച് വെച്ച് ഇത് വേവിക്കാവുള്ളൂ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇതിൻ്റെ അകത്ത് 2-3 ഐറ്റം കൂടി ഇടാനുണ്ട്. ഏലക്ക പൊടിച്ചതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഏലക്ക പൊടിച്ചത്, ചുക്കുപൊടി അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ജീരകം പൊടിച്ചും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പായസത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമുക്ക് ഒന്നാം പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇതാണ് ഒന്നാം പാൽ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ശർക്കര വെള്ള ശർക്കരയായിരുന്നു. അതിൻ്റെ അകത്ത് ഉപ്പിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉപ്പിടാഞ്ഞ്. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളയ്ക്കാൻ പാടില്ല. കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കുവാണ്. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും തേങ്ങായും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തേക്കാം. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അടിച്ചു പൊളിച്ചു. നമുക്കിവനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ആവശ്യത്തിനുള്ള കുറുക്കലൊക്കെ കണ്ടോ, അധികം കുറുകിയിട്ടില്ല. ഇത് വേണം കുടിക്കാനായിട്ട്. കുറുകി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസങ്ങളാണ് ഇത് കുടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ശർക്കരയും എല്ലാം കറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് കൊതി വരുന്നതിൻ്റെ മണം അടിച്ചിട്ട് തന്നെ. ഇവനെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊരു മണോടാ ഇത്, സൂപ്പർ മണം, കൊതി വരുന്നു. നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ. എൻ്റെ അമ്പപ്പോ അടിച്ചു പൊളിച്ചു. കറക്റ്റ് മധുരവും ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട്. ചെറുപയറും നല്ലപോലെ വെന്തിട്ടുണ്ട്. പരിപ്പ് നല്ല അടിച്ചു പൊളിച്ചു. എനിക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നുകൂടെ കുടിച്ചിട്ട് പറയാം. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിക്കേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ, പാവപ്പെട്ടവനൊന്നും ചെയ്തേപ്പിക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ ബൈ.